അങ്ങനെ നമ്മുടെ ഹോങ്ഷിമ്മ എങ്ങനെയൊക്കെയോ മാസ്റ്റർ പാർക്കിൻ്റെ വീട്ടിൽ കയറുന്നതും കുറേ കഷ്ടപ്പെട്ടിട്ട് ആ പട്ടിക്കുട്ടിയെ അവിടെ നിന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന ടൈമിലാണ് വൂന്തൂക്കിനെയായിട്ട് കൂട്ടിമുട്ടുന്നതും ആ ഗ്യാപ്പിൽ ആ പട്ടിക്കുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. അപ്പോൾ വൂന്തൂക്കാണെങ്കിൽ ഇന്നലെ നീ ഗവർണറെ ലൈറ്റായിട്ട് എന്തിനാ മീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് സൊല്യൂഷൻ ഏജൻസിയിൽ ഒരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടിയാണെന്ന് ഹോങ്ഷിമ്മ പറയുന്ന ടൈമിലാണ് ഈ പട്ടിക്കുട്ടി മിസ്സായ കാര്യം ഇവൾ അറിയുന്നതും. അയ്യോ എൻ്റെ പട്ടിക്കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഇതേ ടൈമിൽ മജിസ്ട്രേറ്റ് ഓഫീസിലുള്ള നമ്മുടെ ജെയൂനാണെങ്കിൽ അവിടുത്തെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ നോക്കുന്ന ടൈമിൽ പുറത്തേക്ക് നോക്കി അയാൾ വരേണ്ട സമയമായല്ലോ എന്ന് പറയുമ്പോൾ ഗുമസ്തനാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് മാസ്റ്റർ പാർക്ക് അങ്ങോട്ട് ഓടിയെത്തുന്നതും എൻ്റെ പട്ടിക്കുട്ടിയെ കാണാനില്ല, മിസ്സായി, ശരിക്കും അത് എൻ്റെ പട്ടിക്കുട്ടിയല്ല, ഒരാൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാണ്, അതിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ കഥ കഴിയും എന്നൊക്കെ പറയുന്ന ടൈമിൽ ജെയൂനാണെങ്കിൽ ഒരുമാതിരി ആക്ടിങ് ഒക്കെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ കണ്ടുപിടിച്ച് തരാൻ, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്നതും. പിന്നീട് ഇവൻ ഹോങ്ഷിമിനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് വൂന്തൂക്ക് എത്തുന്നതും. നിങ്ങൾ എൻ്റെ വൈഫിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു അല്ലേ ഇവൻ്റെ ചോദ്യം കേട്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ഓഫീസിൽ ഇത്രയും സ്റ്റാഫ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ എൻ്റെ ഭാര്യനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വൂന്തൂക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ജെയുൻ പറയുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ അപ്പോൾ ആളുകൾ പറയുന്നത് ശരിയാണ്, താൻ എൻ്റെ വൈഫിനെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലേ എന്ന് ഇവൻ പറയുന്നത് കേട്ട് ജെയുനാണെങ്കിൽ നിനക്ക് എന്ത് ധിക്കാരുണ്ടായിട്ടാ ഒരു ഗവർണറോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ ഞാൻ സ്വയം പറഞ്ഞതാണെന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹോങ്ഷിം എത്തുന്നതും. അതെ, പട്ടിക്കുട്ടി മിസ്സായി എന്ന് പറയുന്നത് കേട്ട് ജെയുവിൻ്റെ കിളി പോകുന്നുണ്ട്. എവിടെ വെച്ച് മിസ്സായി എന്ന് ഇവൻ ചോദിക്കുന്നതും പേടിക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇവരവിടേക്ക് പോകുന്ന ടൈമിലാണ് വൂന്തൂക്ക് എന്തായാലും നീ പോകേണ്ട, ഞാൻ പൊക്കോളാം, എൻ്റെ വൈഫായിട്ട് കിട്ടാവുന്ന ഒരു ചാൻസ് പോലും ഇയാൾ പാഴാക്കില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പട്ടിയെ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവർ ഒരു മീറ്റിൻ്റെ പീസൊക്കെ വെച്ച് ഒരു കെണി ഒരുക്കി മാറി നിൽക്കുന്ന ടൈമിൽ ജെയുൻ അവിടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വർക്കാകുമോ എന്ന്. വൂന്തൂക്കാണെങ്കിൽ അതിന് മീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്തായാലും വർക്കാവും എന്ന് പറയുമ്പോൾ ഇനി വർക്കായിട്ടില്ലെങ്കിലോ, പട്ടിയെ കിട്ടിയില്ലെങ്കിൽ എന്തു പറയുമെന്ന് പറയുന്ന ജെയുവിനോടാണെങ്കിൽ എന്തു പറയാൻ, നിങ്ങൾ പറഞ്ഞിട്ടാണ് പട്ടിയെ മോഷ്ടിച്ചതെന്ന് ഞങ്ങൾ കൂളായിട്ട് അങ്ങോട്ട് പറയുമെന്ന് വൂന്തൂക്ക് പറയുന്നത് കേട്ട് ആഹാ ഇങ്ങനെയാണോ നിങ്ങളുടെ സൊല്യൂഷൻ ഏജൻസി വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ ഗവർണർ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൂന്തൂക്കാണെങ്കിൽ ഇതുപോലെയാണോ ഒരു ഗവർണർ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അതായത് ഇവന് തർക്കുത്തരം പറയുന്നത് സ്ഥിരം പണിയാണല്ലോ, നീ കൊള്ളാലോ ആള് എന്ന് നമ്മുടെ ജെയുൻ അവിടെ പറയുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ നിങ്ങൾ മാസ്റ്റർ പാർക്കിൻ്റെ പ്രീതി പിടിച്ചു പറ്റാനല്ലേ നോക്കുന്നത്, ശരിക്കും അങ്ങനെയല്ല ഒരു ഗവർണർ ചെയ്യേണ്ടത്, ആളുകളുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്, എനിക്ക് നിങ്ങൾ ശരിക്കും അയാളുടെ ഒരു പട്ടിയെ പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്ന ടൈമിൽ ജെയുൻ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഒരു കോമണർ ഒരു ഗവർണറോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ തിരിച്ചു പറയുന്നത് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് ഒരു കോൺക്യുബൈൻ്റെ മകൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നാണ്. ഇവൻ്റെ ഇതുപോലത്തെ പെരുമാറ്റം കണ്ടിട്ട് ജെയുവിൻ്റെ കിളി പോകുന്നുണ്ട്. വൂന്തൂക്കാണെങ്കിൽ മുകളിലുള്ള അതായത് പവറുള്ള ആളുകളുടെ കാര്യം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധാരണ ആളുകളുടെ പ്രശ്നമൊക്കെ സോൾവ് ആക്കാൻ പറ്റുന്നത്, ഇങ്ങനെയാണോ ഒരു ഗവർണർ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവനൊരു ഫിലോസഫി അങ്ങ് അടിച്ചു വിടുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന നമ്മുടെ ജെയുനാണെങ്കിൽ അല്ല നമ്മൾ തമ്മിൽ മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഈ ശബ്ദം ഇതെവിടെയോ കേട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ജെയുൻ അവിടെ പറയുന്നത്. ഭാഗ്യം ഇപ്പോഴെങ്കിലും ഇവനിങ്ങനെ തോന്നി. ഇത് കേൾക്കുന്ന നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ കിങ് തന്ന പ്രസന്റ് താൻ എനിക്ക് മജിസ്ട്രേറ്റ് ഓഫീസിൽ വെച്ച് തന്നില്ലേ എന്ന് വൂന്തൂക്ക് പറയുന്നത് കേട്ട് അതല്ല അതിന് മുന്നേ നമ്മൾ എവിടെ വെച്ചില്ലെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ആ നായ്ക്കുട്ടി അങ്ങോട്ട് വരുന്നതും അതിനെ പിടിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇവൻ ആ സംഭാഷണം അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ജെയുൻ അവിടെ പറയുന്നുണ്ട് ഞാൻ മാസ്റ്റർ പാർക്കിൻ്റെ നായയൊക്കെ ആവാൻ ശ്രമിക്കുന്നത് ഇതിന് മുകളിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനും എനിക്കൊരു കാര്യമൊക്കെ ചെയ്യാനുണ്ടെന്ന് അവിടെ പറയുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ മുകളിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ഇതുപോലൊരു മാർഗം തിരഞ്ഞെടുത്താൽ മതിയെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ ഫിലോസഫിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജെയുനാണെങ്കിൽ അല്ല നീ കുറച്ച് സംസാരിക്കുന്നത് വളരെ റൂഡായിട്ടാണ്, നിനക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ എന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ വീണ്ടും കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ജെയുനാണെങ്കിലും എനിക്ക് നിൻ്റെ ക്യാരക്ടർ ഒരുപാട് അങ്ങ് ഇഷ്ടമായി, നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സാധാരണ കോമണറായ എൻ്റെ കൂടെ നിങ്ങൾ എന്തിനാ ഫ്രണ്ട്സ് ആകുന്നത് എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. അത് മാത്രമല്ല എനിക്കൊരു ഫൂളായിട്ടുള്ള ഫ്രണ്ടിനെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്നെ കണ്ടിട്ട് നിനക്കൊരു ഫൂളായിട്ടാണോ തോന്നുന്നത് എന്ന് ജെയുൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൂന്തൂക്കാണെങ്കിൽ ഈ മുകളിലുള്ള ആളുകളുടെ അടുത്ത് എത്തണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമല്ല സ്വീകരിക്കേണ്ടത് എന്നവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കിംചയും അയാളുടെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. അതായത് സോങ്ജോ വില്ലേജിലെ ആ മജിസ്ട്രേറ്റ് രാജിവെച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ കാര്യമായിട്ട് അഴിമതിയൊന്നും നടത്താൻ പറ്റുന്നില്ല. അതൊക്കെ ആലോചിച്ചിട്ട് ഈ സ്റ്റാഫ് ടെൻഷൻ അടിക്കുന്നതും അതുപോലെ രാജാവിന് വരുന്ന ആവശ്യമുള്ള പെറ്റീഷൻസ് ഒക്കെ ഇവർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റാഫ് ആണെങ്കിൽ അല്ല ഇവിടെ ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട്, അങ്ങത് കേട്ടിരുന്നോ, നമ്മുടെ പ്രിൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിംചയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്.
അയാൾ ചൂടാകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇയാളുടെ വിശ്വസ്തനായ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുന്നതും ഈ റൂമർ പറഞ്ഞ ആൾ ആരാണെന്ന് മനസ്സിലായി. പക്ഷേ അയാളിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലേ എന്നവിടെ പറയുന്നതും കിം, അതായത് കിംചയുടെ ഒരേ ഒരു മകൻ അവിടെയുള്ള കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജകുമാരനെ കുഴിച്ചിടുന്നു, പെട്ടെന്നൊരു കൈ പൊന്തി വരുന്നു, ആൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ പേടിപ്പിക്കുന്നതും അങ്ങോട്ട് വരുന്ന കിംചയാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. അതായത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കിമ്മാണ് ഇതവിടെ പരത്തി കഴിഞ്ഞതെന്ന്. സ്വന്തം മകനാണെങ്കിൽ അച്ഛനെ കാണുമ്പോൾ ഞെട്ടി അങ്ങ് വീഴുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ ജെയ്യൂനാണെങ്കിൽ മാസ്റ്റർ പാർക്കിനെ കാണുന്നതും അയാളുടെ പ്രീതി എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു പറ്റണമല്ലോ. അതുകൊണ്ട് തന്നെ ജെയ്യൂൻ ഇവിടെ പറയുന്നത് നമുക്കൊരു അമ്പെയ്ത്ത് മത്സരം വെക്കാമെന്നാണ്. അങ്ങനെ ഇവരൊരു അമ്പെയ്ത്ത് മത്സരമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എയിം ചെയ്യുന്നത് ആരെയാണ്? വൂന്തൂക്കിനെയാണ്. അതായത് വൂന്തൂക്കിൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റും കൊടുത്ത് ഒരു സ്ഥലത്ത് പോയി നിൽക്കാൻ പറയുന്നുണ്ട്. ആ പ്ലേറ്റിലെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, അതിന് അമ്പ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ അതിന് നിൽക്കുന്നുണ്ട്. ആദ്യം ജെയ്യൂൻ അമ്പ് ചെയ്യുന്നുണ്ട്, അത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നില്ല. അതിനുശേഷം മാസ്റ്റർ പാർക്ക് അമ്പ് ചെയ്യുന്നതും ഇവന് പെട്ടെന്ന് ആ അമ്പ് വന്ന് തൊട്ടു പിറകിൽ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കുത്തി തറയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ്. അതായത് ആ ഫിസിഷ്യൻ മരിച്ചില്ലേ, അതേ ഒരു സീനാണ് ഇവന് ഓർമ്മ വരുന്നത്. ഇവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ വീണു പോകുന്നുണ്ട്. ആ അമ്പ് ഇവൻ്റെ മേത്തൊന്നും കൊണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇവൻ ആകെ ഷോക്കാകുന്നത് കണ്ട് ജെയ്യൂനാണെങ്കിൽ ഇവനത് എന്തു പറ്റി എന്നൊന്ന് തോന്നുന്നുണ്ട്. ആ ടൈമിൽ ഗുമസ്തനാണെങ്കിൽ ഇവനെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും മാസ്റ്റർ പാർക്കിന് ഈ ഒരു ഗെയിം അങ്ങോട്ട് ഇഷ്ടമാകുന്നുണ്ട്. അതായത് വൂന്തൂക്കിന് നൈസായിട്ട് പണിയും കൊടുത്തല്ലോ. ഇതേ ടൈമിൽ കിംചയാണെങ്കിൽ മകനെയും കൂട്ടിക്കൊണ്ടുപോയി മകനാണെന്നൊന്നും നോക്കാതെ നല്ല തല്ലങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആളൊരു ഭാഗത്ത് നിന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുവരുമ്പോഴാണ് സ്വന്തം മകൻ അപ്പുറത്ത് നിന്നിട്ട് ഇമ്മാതിരി പണി ഒപ്പിക്കുന്നത്. ആ ടൈമിൽ മകനാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൊങ്ജു വില്ലേജിൽ നിന്നും കുറച്ച് ആളുകൾ കിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നിരുന്നു. അതിലൊരാളെ കണ്ടപ്പോൾ നമ്മുടെ രാജകുമാരനെ പോലെ തന്നെ തോന്നി. അതുകൊണ്ട് എനിക്കാകെ കൺഫ്യൂഷൻ ആയപ്പോൾ എൻ്റെ തലയിൽ ഈ ഒരു കഥയൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന കിംചയാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ നേരെ പോകുന്നത് ആ തടവിലാക്കിയ ഗാർഡിൻ്റെ അടുത്തേക്കായിരിക്കും. അവിടെ എത്തുന്ന കിംചയാണെങ്കിൽ ശരിക്കും നിങ്ങൾ പ്രിൻസിനെ കൊന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കിംച പോകുന്നത് ഹോങ്ഷിമിൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്കാണ്. അവിടെയുള്ള ഗാർഡിനോടാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ സൊങ്ജു വില്ലേജിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ പാർക്കാണെങ്കിൽ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്ന ടൈമിൽ നമ്മുടെ ഗുമസ്തൻ വന്നിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇവനാണെങ്കിൽ പിന്നീട് അവിടെ വന്ന് നോക്കുമ്പോൾ ആ അമ്പൊക്കെ ഇരിക്കുന്നത് കണ്ട് മുന്നേ ഇവനൊരു ഫീസ്റ്റ് വെച്ച ടൈമിൽ എല്ലാവരും ഇവന് അമ്പും വില്ലൊക്കെ പ്രസന്റ് ചെയ്തില്ലേ, ആ ഒരു കാര്യമൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത്. അത് മാത്രമല്ല നേരത്തെ കൊട്ടാരത്തിൽ കണ്ട ഭടന്മാരെല്ലാം ഇവനെ നോക്കി തല കുമ്പിട്ട് ആദരവ് അർപ്പിക്കുന്നതും അതുപോലെ കിങ്ങിനെയും പ്രിൻസസിനെയും ഒക്കെ ഇവൻ സ്വപ്നം കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെ മൈൻഡൊക്കെ പോയി അന്താളിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഡ്രീം ചെയ്യണം എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അത്രയും വലിയ പൊസിഷനിലുള്ള ഒരാളായിരിക്കുമല്ലോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിമിൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ ഈ കയറൊക്കെ പിരിച്ചിട്ട് ചെരുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ല സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്ന ടൈമിൽ അച്ഛന് വൂന്തൂക്കിനെ ഇത്രയ്ക്കും ഇഷ്ടമാണെന്ന് ഹോങ്ഷിം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലാണ് മരിച്ചത്, അതൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ എപ്പോഴും പറയുകയായിരുന്നു. അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വൂന്തൂക്കിൻ്റെ അതേ പ്രായം തന്നെയാണ്, എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ ബ്രദർ വരും, നമുക്കിവിടെ നിന്ന് ഉടനെ പോകണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ എന്നിട്ട് നീ ഇതുവരെ വൂന്തൂക്കിനോട് ആ കാര്യമൊന്നും പറഞ്ഞില്ലേ, പെട്ടെന്ന് പറഞ്ഞാൽ അവനാകെ സർപ്രൈസ്ഡ് ആവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഹോങ്ഷിമിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അതായത് മജിസ്ട്രേറ്റ് ഓഫീസിലെ ഈ അമ്പെയ്ത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇവൾക്കാകെ ദേഷ്യം വന്ന് അവിടെ നിന്നും ഓടുന്നുണ്ട്. തിരിച്ചു പോകുന്ന നമ്മുടെ ജെയ്യൂനാണെങ്കിൽ അതായത് മാസ്റ്റർ പാർക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഞാൻ ഹാനിയാങ്ങിലേക്ക് പോകുന്നുണ്ട്, അവിടെ പോകുമ്പോൾ ഞാൻ കിംചയെ കാണുമ്പോൾ തന്നെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, താൻ ഇത്രയ്ക്ക് നല്ല ആളല്ലേ എന്നൊക്കെ. ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന നമ്മുടെ ജെയ്യൂനാണെങ്കിൽ അതായത് ഇവൻ ഇയാളുടെ പ്രീതി പിടിച്ചു പറ്റുന്ന കാര്യത്തിൽ പകുതി വിജയിച്ചു. അങ്ങനെ സന്തോഷിച്ചു പോകുമ്പോഴാണ് അങ്ങോട്ട് ഹോങ്ഷിം എത്തുന്നതും നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ വൂന്തൂക്കിനെ പോലുള്ള ഒരാളിനെ ടാർജറ്റായിട്ട് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ ചൂടാകുന്നുണ്ട് കേട്ടോ. അതായത് ആളുകളുടെ ലൈഫിന് തനിക്കൊരു വിലയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചൂടാകുന്ന ടൈമിൽ ജെയ്യൂനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ട് ഏയോൾ എത്തുന്നതും. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഒരു സാധാരണ സ്ത്രീ ഗവർണറോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് മാനേഴ്സ് ഇല്ലേ എന്നൊക്കെ ഇവൾ ചോദിക്കുന്ന ടൈമിൽ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ ആയോ എന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നതും ഹോങ്ഷിം ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ദേതേ ധിക്കാരി എന്നൊക്കെ ചോദിക്കുന്നതും ജെയ്യൂനാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിനക്ക് വന്നാൽ മതിയായിരുന്നില്ലേ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഏയോളാണെങ്കിൽ നിന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവരെല്ലാവരും വൂന്തൂക്കിനെ സെർച്ച് ചെയ്യുന്നതും ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹോങ്ഷിമിനോട് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കുക എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഏയോളാണെങ്കിൽ ഇതേ ടൈമിൽ ആ ബാറിലേക്ക് കിംച വന്നിരുന്നു. ക്യൂനിൻ്റെ ആ ഒരു സ്റ്റാഫായിട്ട് സംസാരിക്കുന്നത് കേട്ടു. പ്രിൻസസിൻ്റെ വയറ്റിലുള്ളത് പ്രിൻസിൻ്റെ കുഞ്ഞല്ലെന്ന് അവർ പറയുന്നത്. ഇത് ക്യൂനിൻ്റെ ആളുകളും കൂടിയിട്ട് ഈ ഒരു റൂമർ അവിടെ സ്പ്രെഡ് ചെയ്തു
പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജയൂനാണെങ്കിൽ എന്ത് വൃത്തികെട്ടവരാണല്ലേ, ഇതിപ്പോൾ ഗുണ്ടകളെയൊക്കെ കഷ്ടമാണല്ലോ ഇവരുടെയൊക്കെ കാര്യമെന്ന് ഇയാൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏയോളാണെങ്കിൽ അത് ശരിയാ, വളരെ മോശപ്പെട്ട കാര്യമില്ലേ എന്ന് പറയുന്നതും പിന്നെ നമ്മുടെ കൊട്ടാരത്തിൽ വേറൊരു റൂമർ കൂടി സ്പ്രെഡ് ആകുന്നുണ്ട്, അതായത് രാജകുമാരൻ മരിച്ചിട്ടില്ല എന്നപ്പോൾ എല്ലാവരും പറയുന്നത് എന്ന് കേൾക്കുന്ന നമ്മുടെ ജയൂനാണെങ്കിൽ ഇതാരെ ഇതുപോലത്തെ നുണകളൊക്കെ അങ്ങ് അടിച്ചു വിടുന്നത്, ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവിടെ സില്ലിയായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് ഗുമസ്തൻ കയറി വരുന്നതും, അതായത് അവിടെ ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇയാൾക്ക് ഒഫീഷ്യൽ റെക്കോർഡായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഗുമസ്തൻ അങ്ങോട്ട് വരുന്നത്. ജയൂനാണെങ്കിൽ അതൊക്കെ നോക്കുന്ന ടൈമിൽ അതിൽ വൂന്തൂക്കിൻ്റെ കൈയക്ഷരം കണ്ട് പെട്ടെന്നൊന്ന് സ്റ്റക്ക് ആകുന്നുണ്ട് കേട്ടോ. ഇത് വൂന്തൂക്ക് എഴുതിയതാണോ എന്ന് പറഞ്ഞ് ഇവൻ ആലോചിക്കുന്നത്, അതായത് രാജകുമാരൻ ഇവൻ ഒരുപാട് ടാസ്ക് ഒക്കെ കൊടുത്തിരുന്നല്ലോ, അതിൽ ആ കൈയക്ഷരവും ഈ കൈയക്ഷരവും സെയിം ആണ്. ഇവനാണെങ്കിൽ എയോളിനെ നോക്കി, അതായത് പ്രിൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ആ റൂമർ അത് ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നിവൾ പറയുന്നത് കേട്ട് ഇവനാകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അതായത് ഇവൻ ആളുകളുടെ മുഖമൊന്നും ഓർക്കാൻ കഴിവില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ശബ്ദവും അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ഓർക്കാനുള്ള കഴിവെങ്കിലുള്ളത് നന്നായി. എന്തായാലും ഇവൻ ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കി ആകെ സ്തംഭിച്ച് നിൽക്കുന്നതും. ഇതേ ടൈമിൽ സോങ്ജോ വില്ലേജിലേക്ക് വരുന്ന കിംചയെയും ആ സ്റ്റാഫിനെയും കുറേ ആളുകൾ വളഞ്ഞാക്രമിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ വൂന്തൂക്ക് കൂളായിട്ട് ആ കയറൊക്കെ പിരിക്കുന്നതാണ് കാണുന്നത്. ഇവളാണെങ്കിൽ ആകെ ചൂടാകുന്നുണ്ട് കേട്ടോ. അതായത് എന്തിനാണ് അങ്ങോട്ട് പോയത്, എന്തിനാണ് അവിടെ അങ്ങനെ ഒരു ടാർജറ്റായിട്ട് നിന്നു കൊടുത്തത്, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നതും, അതുപോലെ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യുന്നത്, നിനക്ക് ആ ബുക്ക് എങ്ങാനും എഴുതുന്ന ജോലി ചെയ്താൽ പോരെ എന്നൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എനിക്ക് വൂന്തൂക്കായിട്ട് തന്നെ ജീവിക്കാനാണ് താല്പര്യം, അതുകൊണ്ടാണ് ജയൂൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് എതിർക്കാഞ്ഞത് എന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹോങ്ഷിമാണെങ്കിൽ ഹാനിയോങ്ങിൽ പോയ ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടണം എന്ന് ഇപ്പോൾ ആഗ്രഹമില്ല, കാരണം ഞാൻ വൂന്തൂക്ക് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെയും മാറ്റി വെക്കേണ്ടി വരും, അങ്ങനെ നിൻ്റെ അടുത്തുനിന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല, നിൻ്റെ സൈഡിൽ എപ്പോഴും നിൽക്കാനാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ നല്ലൊരു സീനാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹോങ്ഷിമിന് അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ ബ്രദർ ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കൊണ്ടുപോകാൻ തിരിച്ചു വരും, ആ ടൈമിൽ ഞാനും അച്ഛനും പോകണം എന്നാണ് വിചാരിക്കുന്നത്, അതും നിന്നിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്. ആൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് എല്ലാ ഐഡൻറ്റിറ്റിയും മറച്ചു വെച്ച് ജീവിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല. നിനക്ക് എന്നെപ്പോലുള്ള ഒരാളെന്നെ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലേ, എന്നെപ്പോലുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലേ എന്നൊക്കെ ഇവൾ ചോദിക്കുന്നതും ഇവളുടെ കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ഇവളെ ഹഗ് ചെയ്യുന്നതും അങ്ങനെ രണ്ടുപേരും ഇമോഷണലി ആയി നിൽക്കുന്ന ഒരു നല്ല സീനോട് കൂടിയാണ് എപ്പിസോഡ് 10 ഇവിടെ അവസാനിക്കുന്നത്.